സർക്കാർ ആശുപത്രിയിലെ ചികിത്സ തന്നെ മരണവക്കിൽ എത്തിച്ചെന്നും സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തിയില്ലായിരുന്നുവെങ്കിൽ താൻ മരണപ്പെട്ടേനെ എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന പിണറായി സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തെ പറ്റിയുള്ള വിലയിരുത്തലാണെന്ന് അഡ്വക്കേറ്റ് ടോമി കല്ലാനി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അനാരോഗ്യം അതിഗുരുതരമെന്നും അതിന് തെളിവാണ് സംസ്ഥാനത്തെ മന്ത്രി സജി ചെറിയാന്റെ തുറന്നുപറച്ചിലെന്നും KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി പറഞ്ഞു. സർക്കാർ ആശുപത്രിയിലെ ചികിത്സ തന്നെ മരണവക്കിലെത്തിച്ചെന്നും സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തിയില്ലെങ്കിൽ താൻ മരണപ്പെട്ടേനെ എന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവന പിണറായി സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ പറ്റിയുള്ള വിലയിരുത്തലാണെന്നും സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ ദുരവസ്ഥ പരിഹരിച്ച് ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുകയും മരുന്നും പരിശോധനയ്ക്കുള്ള ഉപകരണങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുകയും ചെയ്യണമെന്നും കല്ലാനി ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞുവീണ് ഇനിയൊരു ദുരന്തം കൂടി ഉണ്ടാകാതിരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ കോൺഗ്രസ് സമരരംഗത്ത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാ സേനയുടെ NOC ഇല്ല എന്നും കെട്ടിട നിർമ്മാണങ്ങളിൽ അപാകതകളുണ്ടെന്നുമുള്ള അധികൃതരുടെ സമ്മതവും ആശുപത്രി വസ്തുവിൽ കയ്യേറ്റമുണ്ടെന്നും സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ നിരവധി അപാകതകൾ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവയെല്ലാം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൂടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി. ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ അക്രമത്തെയും അനീതിയെയും അഴിമതിയെയും അരാജകത്വത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നവർ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എത്രയോ കാലഘട്ടമായി ജനപക്ഷത്ത് നിന്ന് സമരം ചെയ്യാൻ ഒരു ദിവസം പോലും ബാക്കിയില്ലാതെ അത്രമാത്രം ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ചിനെ ആശുപത്രിയിലേക്ക് കടത്തിവിടാതെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞത് സംഘർഷാവസ്ഥയുണ്ടാക്കി. ഉന്തും തള്ളും ഉണ്ടായെങ്കിലും ആശുപത്രി കവാടത്തിൽ വെച്ച് തന്നെ യോഗം നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് N സുരേഷ് അധ്യക്ഷത വഹിച്ചു. മോളി പീറ്റർ, CT രാജൻ, സജീവ്, പ്രൊഫസർ സതീഷ് ചൊള്ളാനി, R പ്രേംജി, രാജൻ കൊല്ലംപറമ്പിൽ, സാബു എബ്രഹാം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. i4A ന്യൂസ്, പാലാ.